ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? ഞാനും സുഖമായിട്ടിരിക്കണു. അപ്പോൾ നമ്മുടെ യാത്രകളൊക്കെ കഴിഞ്ഞു വന്നു. അപ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് കുറേ ദിവസമായി അല്ലേ? യാത്ര വീഡിയോസാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പാചകത്തിൻ്റെ വീഡിയോ കാണാം. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ പാചകം നോക്കട്ടെ. എന്താ ചൂടല്ലേ? ഇപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, പക്ഷെ ചുട്ടിട്ട് വിയർത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം ഇവിടെ ജോലി ചെയ്യും, പിന്നെ ഡൈനിങ് ഹാളിൽ പോയിട്ട് കുറച്ച് നേരം ഫാനിൻ്റെ ചോട്ടിലേക്ക് നിൽക്കാം. അത്ര ചൂട്. കുളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അകത്ത് പുറത്തിറങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും വേർത്ത് കുളിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ അല്ലേ? അപ്പോൾ നമുക്ക് ചായ വെച്ചിട്ട് തന്നെ തുടങ്ങാം. വരാൻ ചായക്കുള്ള വെള്ളം ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ചായ വെച്ചിട്ട് തുടങ്ങാം. ശരിയായിട്ട് കത്തിക്കട്ടെ കേട്ടോ. അപ്പോൾ ചായ അവിടെ ഇരിക്കട്ടെ. ദോശ ഉണ്ടാക്കാം. ഒക്കെ ചട്ടിയൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ചട്ടി വെച്ച് ദോശ മാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ? എല്ലായിടത്തും മഴയൊക്കെ പെയ്തോ? ഇവിടെ കുറേ ദിവസം മുന്നേ ചെറുതായിട്ടൊരു മഴ പെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. വെന്തൊരുക്കുകയാണ്, സഹിക്കാൻ പറ്റുന്നില്ല അത്ര ചൂട്. ദോശ ഒഴിച്ചു. ഇനി ചട്നി ഉണ്ടാക്കട്ടെ. ചുവന്ന ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ തേങ്ങ ചരുവി അരച്ചിട്ട് വരാം. അപ്പോൾ ചട്നി അരക്കട്ടെ. അപ്പോൾ ചുവന്ന ചട്നിയാണ്. വറവ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ചായ റെഡി ആയിട്ടുണ്ട്. പൊടിയിട്ട് കൊടുക്കാം. അപ്പോൾ ചട്നി പറവിട്ട്
ഇട്ടിട്ടില്ല. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടണി റെഡിയായി. അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുക്കളയിൽ കയറിയതാണ്. ഉപ്പേരി ഉണ്ടാക്കണം, മീൻകറി വെക്കണം. അപ്പോൾ മീൻകറിക്കുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി തക്കാളിയൊക്കെ. മീൻകറിയൊക്കെ എന്താ സാധാ വയ്ക്കുമ്പോൾ തന്നെ ഒരു മുളകിട്ട മീൻകറിയാണ് കേട്ടോ. അരച്ച മീൻകറിയല്ല, മുളകിട്ട. അപ്പോൾ സാധാരണ എല്ലാവരും വെക്കുമ്പോൾ തന്നെ അതിൽ കൂടുതൽ വിശദീകരിക്കാനൊന്നുമില്ല. പിന്നെ കുറേ പ്രാവശ്യം മീൻകറിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ വല്ലാതെ എരിവൊന്നും ഇടുന്നില്ല കേട്ടോ, ചൂടാണ്. അപ്പോൾ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കണുള്ളൂ. വലിയ എരിവുള്ള മീൻകറിയൊന്നുമല്ല. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അത്രേ പണിയുള്ളൂ. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മീൻകറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട്. മീൻ മുളകിട്ടതാണ്. നമ്മൾ കായും പയറും കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ യാത്ര പോയതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പിയിലായിരുന്നു. പിന്നെ ഉദ്ദേശിച്ച ഒരുവിധം സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. പിന്നെ 3-4 ദിവസത്തെ യാത്രയായിരുന്നല്ലോ. അപ്പോൾ ഏകദേശം നമ്മൾ പ്ലാൻ ചെയ്ത് ഇവിടുന്ന് പോയ അത്രയും സ്ഥലങ്ങളൊക്കെ കണ്ടു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ അത്ര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. വെയിലാണെങ്കിലും കൂടിയിട്ട് നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ യാത്രകളൊക്കെ മനുഷ്യന് എപ്പോഴും സന്തോഷം നൽകുന്ന സംഭവങ്ങളാണല്ലേ. യാത്ര പോകുന്നവർക്കറിയാം അതിൻ്റെ വൈബ് എന്താണ് എന്നുള്ളത്. നമ്മൾ സത്യമായിട്ടും നമ്മളെല്ലാം മറന്നിട്ട് നമുക്ക് ടെൻഷൻ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ടെൻഷനും പ്രോബ്ലംസൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതൊക്കെ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊക്കെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാൻ പറ്റും, ചെറിയ യാത്രകളൊക്കെ ആവുമ്പോൾ. പിന്നെ എല്ലാവരും കൂടി ആവുമ്പോൾ അതിലേറെ സന്തോഷമാണ്. നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് കൂടുതൽ എൻജോയ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ 1-2 പേരൊക്കെ ആവുമ്പോൾ. ഇതിപ്പോൾ ഇത്രയും ഞങ്ങളുടെ ഹോൾ ഫാമിലി ആയിരുന്നു. 16 പേരൊക്കെ ഉണ്ടായത് കൊണ്ട് എന്താണ് ഭയങ്കര എല്ലാവരും നല്ല അടിച്ചുപൊളി ടീമായിരുന്നു. അതുകൊണ്ട് നല്ല സന്തോഷമായിരുന്നു യാത്രയൊക്കെ. എല്ലാവർക്കും എന്ത് ഫുഡാണോ കഴിക്കാൻ ഇഷ്ടം വെച്ചാൽ അത്തരം ഫുഡുകളാണ് എല്ലാവരും കഴിച്ചത്. അവനവൻ എന്ത് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അത് കഴിക്കാന്നുള്ളതായിരുന്നു. അപ്പോൾ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഏതിഷ്ടം വെച്ചാൽ അതല്ല എല്ലാവരും കഴിക്കുന്നത്. പിന്നെ അമ്പലങ്ങളിലൊക്കെ തൊഴാന്ന് വിചാരിച്ചതൊക്കെ ഭംഗിയായിട്ട് തന്നെ സാധിച്ചിട്ടോ. അത്ര നമുക്ക് അവിടെ ചെന്ന് ഒരുപാട് സമയമൊന്നും വരി നിൽക്കേണ്ട ബുദ്ധിമുട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ആറ്റുകാലിൽ പോയപ്പോൾ അവിടെ കുറച്ച് ഭാഗമൊക്കെ വീഡിയോ അലൗഡായിരുന്നു. പക്ഷേ ഞങ്ങൾ അപ്പോഴും അതിന് വലിയ ക്ഷേത്രമല്ലേ, അപ്പോൾ വീഡിയോ അല്ലെങ്കിൽ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഫോണൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ അലൗഡായിരുന്നു, ക്യാമറയൊക്കെ. അപ്പോൾ വേണമെങ്കിൽ കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അത്രയും ദൂരം വീണ്ടും തിരിച്ചു വന്ന് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അവിടുത്തെ വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. ആറ്റുകാലിൻ്റെ ക്ഷേത്രത്തിനൊന്നും കാണിക്കാനൊന്നും പറ്റിയില്ല. അപ്പം അങ്ങനെയൊക്കെ ചില മിസ്റ്റേക്കുകളൊക്കെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. അറിയാത്തതുകൊണ്ടാണ്. അധികം അമ്പലങ്ങളിലും ഫോണ് ഉള്ളിലേക്കൊന്നും അലൗഡ് ആവില്ലല്ലോ. പിന്നെ ഇത് വണ്ടിയിൽ വെച്ച് പോകാൻ നമുക്ക് എവിടെ കൊടുക്കും എന്നുള്ള കാര്യം. ഇപ്പോൾ ഗുരുവായൂരാണെങ്കിൽ നമുക്കറിയാം ഫോൺ അവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ബാഗ്, മറ്റേ എന്ത് സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും സൂക്ഷിക്കാൻ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇവിടേക്കൊന്നും അത്ര പരിചയമില്ലാത്തതുകൊണ്ട് അതൊക്കെ എവിടെ സൂക്ഷിക്കാൻ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ നമ്മൾ അവിടെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാനല്ല, തൊഴുത് പോരുക എന്നുള്ള അത്രേ വിചാരിച്ചിട്ടുള്ളൂ. തൊഴണം എന്നുള്ളത് മാത്രമാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ ഭാഗങ്ങളിലും നല്ല റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയും അവിടെയൊക്കെ വണ്ടി പാർക്കിങ്ങിൻ്റെയാണ് ഏറ്റവും ബുദ്ധിമുട്ടേ. അപ്പോൾ ഞങ്ങൾ
അവിടേക്ക് അമ്പലത്തിൽ പോയപ്പോൾ ഫോണൊക്കെ വണ്ടിയിൽ വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് അവിടുത്തെ വീഡിയോസും അവിടുത്തെ ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതൊക്കെയാണ് യാത്രയിലുള്ള ചില കാര്യങ്ങൾ. ഞാൻ കുഴപ്പമില്ല. നമ്മൾ പിന്നെ അമ്പലത്തിൽ വീഡിയോ എടുക്കുക എന്നുള്ളതല്ല, നമ്മൾ അമ്പലത്തിൽ തൊഴുക എന്നുള്ളതാണ്. നമുക്ക് അത്രയും ആഗ്രഹിച്ചതായിരുന്നു കേട്ടോ. ഞാൻ എന്നും വിചാരിച്ചിരുന്നൊരു കാര്യമാണ്. ഇന്നാണ് ശ്രീപത്മനാഭൻ എന്ന് തൊഴുക, ആറ്റുകാലമ്മയെ തൊഴുക എന്നൊക്കെ ഞാൻ എപ്പോഴും ആറ്റുകാൽ പൊങ്കാലയൊക്കെ ഉണ്ടാകുമ്പോൾ സത്യത്തിൽ എപ്പോഴും വിചാരിക്കുന്നതാണ്. അത് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ടായിരുന്നു എന്നാണ് ഈ അമ്പലത്തിലൊന്ന് പോകാൻ പറ്റുകയാണ്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് അതൊക്കെ സാധിച്ചു. അപ്പോൾ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ വിചാരിക്കണം. പോകണം എന്ന് മനസ്സിൽ വിചാരിച്ചപ്പോഴേക്ക് തന്നെ അത്രയും കാര്യങ്ങളൊക്കെ സാധിച്ചു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം. അതിനെക്കുറിച്ചൊക്കെ അത്രയാണ് പറയാനുള്ളത്. യാത്രകൾ നമുക്കെപ്പോഴും മനസ്സിനായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ ഒരുപാട് അറിയാനും കാണാത്ത പലതും കാണാനും ഒക്കെ സാധിക്കും. അത് യാത്രകളിലൂടെ മാത്രമേ നടക്കുള്ളൂ. നമ്മുടെ മനസ്സെപ്പോഴും ഒന്ന് ഹാപ്പി ആവണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെൻറ്റ് വേണ്ടേ. അത് ഓരോരുത്തർക്കും ഓരോ ലെവലിലായിരിക്കും ഓരോരുത്തർ അതിനെ കാണുന്നത്. അങ്ങനെ അത്രയൊക്കെയാണ് അതിൻ്റെയൊക്കെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് യാത്ര ചെയ്തായാലും ഭയങ്കര സന്തോഷം നൽകി. ഞാൻ ആസ്വദിച്ചു. പിന്നെ യാത്ര കഴിഞ്ഞ് വന്നിട്ടും പ്രത്യേകിച്ച് ഒരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അത്രയും നോക്കിയിട്ടാണ് കഴിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കിട്ടുന്ന സാധനങ്ങളെല്ലാം അങ്ങനെ വലിച്ചു വാരി കഴിക്കുന്നുള്ള സ്വഭാവം ഇല്ലാത്തതുകൊണ്ടാണ് പ്രത്യേകിച്ച് വയറിനോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല യാത്രയിൽ. പിന്നെ വെള്ളമൊക്കെ ഞങ്ങൾ കുറേ വണ്ടിയിൽ കൊണ്ടുപോയിരുന്നു, കുറച്ച് ദൂരമൊക്കെ. പിന്നെ കുറച്ച് മാത്രമാണ് നമ്മൾ വെള്ളം 1-2 കുപ്പി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിരുന്നു. നല്ല പാത്രങ്ങളിലാക്കിയിട്ട് കൊണ്ടുപോയിരുന്നു കുടിക്കാൻ. അപ്പോൾ അത്തരം കാര്യങ്ങൾ അതുകൊണ്ടൊക്കെ മറ്റേ വെള്ളമൊക്കെയാണ് നമുക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ വെള്ളം എടുത്ത് കുടിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് വയറൊക്കെ പ്രശ്നമാവുന്നത്. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെയാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ടും അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല യാത്ര കൊണ്ട്. മറ്റേത് 3-4 ദിവസമൊക്കെ യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ ചെറുതായിട്ട് വയറിന് പ്രോബ്ലം ആവും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെറിയ അസുഖമൊക്കെ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആർക്കൊന്നും വന്നില്ല. എല്ലാവരും കുഴപ്പമില്ലാതെ തന്നെയായിരുന്നു ഇരുന്നത്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊരു ആരോഗ്യ പ്രശ്നമൊന്നുമില്ലാതെ പോകാനും പറ്റും. മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.